ഇന്ന് നമുക്ക് ദോശ, നെയ്റോസ്റ്റ്, ഇഡ്ഡലി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാവുന്ന ഒരു നല്ലൊരു ചട്നി ഉണ്ടാക്കാം. ഇത് പൊട്ടുകടലയാണ്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 2 പച്ചമുളക്, 1 വറ്റൽമുളക്, കുറച്ച് ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 ചുവന്നുള്ളി. ഇത് കടുക് വറുക്കാൻ ആവശ്യമായ കറിവേപ്പില, വറ്റൽമുളക്, ചുവന്നുള്ളി. നമുക്ക് ആദ്യം ഈ തേങ്ങയും പൊട്ടുകടലയും ഉള്ളി, ഇഞ്ചി, മുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളൊരു പാൻ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ ഒരു കുറച്ച് കുറുകിയൊരു ചമ്മന്തി കിട്ടത്തില്ലേ, ആ സ്റ്റൈലാണിത്. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടുകടലയും കൂടെ ആഡ് ചെയ്യുന്നത്. ഇനി ചുവന്നുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, ഇതൊന്ന് മൂത്ത് വരണേ. ചെറിയൊരു ബ്രൗൺ കളർ ആ ഉള്ളിക്ക് വരണം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും പാചകം വലുതായിട്ട് അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ഇടുന്നത്. ചുവന്നുള്ളി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയും പൊട്ടുകടലും എല്ലാം കൂടെ അരച്ച് വെച്ചതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആഡ് ചെയ്യും. കുറച്ച് വെള്ളം, നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനകത്ത് ചേർക്കണം. ചേർത്തൊരാവി വരുമ്പോൾ ഇത് നിർത്തിയാൽ മതിയെ, തിളക്കരുത്. നന്നായിട്ടൊന്ന് ആവി വരണം. ആവി വന്നു കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്താൽ മതി. എന്താ നല്ല കുറുകിയ ചമ്മന്തിയായത് കേട്ടോ. നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ, അതുപോലത്തെ. ഇടയ്ക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു തിള വന്നു, പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്ത്. അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഒരുപാടങ്ങ് തിളച്ച് പോകരുത്. നമ്മുടെ ചമ്മന്തി ആവിയൊക്കെ വന്ന് നല്ല കുറുകിയ ചമ്മന്തിയായി, കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മളതങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്ത് നമുക്കിത് ചൂടോടെ ദോശ, ഇഡ്ഡലി, എല്ലാം നെയ്റോസ്റ്റ് ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.